UDF സർക്കാർ വന്നാൽ ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ സാധിക്കും. അത് പരിഹാരം കണ്ടെത്തി. ഒരു ഭരണകക്ഷി MLAക്ക് കിട്ടുന്ന ഫണ്ടുകളൊന്നും നമ്മുടെ കിട്ടില്ല. എയർപോർട്ട് സീപോർട്ട് റോഡ് UDF അധികാരത്തിൽ വരുമ്പോൾ അത് യാഥാർത്ഥ്യമാണ്. മമ്മൂക്കയായിട്ട് നല്ല സൗഹൃദമാണ്, ഇടയ്ക്ക് കാണാറുണ്ട്. രാഷ്ട്രീയം സംസാരിക്കാറുണ്ടോ? ഇടയ്ക്ക് കാണുമ്പോൾ രാഷ്ട്രീയം സംസാരിക്കാറുണ്ട്. ചില രാഷ്ട്രീയമൊക്കെ പറയാറുണ്ട്. അദ്ദേഹത്തിന് രാഷ്ട്രീയം ഉണ്ടല്ലോ. ഇത്ര വർഷമായിട്ട് ഞാനാണ് ഇപ്പോഴും അവരെ വാടകയ്ക്ക് എല്ലാ മാസവും വാടക കൊടുത്ത് ഞാനാണ് താമസിക്കുന്നത്. അവർ ചെയ്യുന്നതിന് വേറെ ആർക്ക് ചെയ്യാലൊന്നുള്ളൂ. സത്യം പറഞ്ഞാൽ ഇതുവരെ ഗവൺമെൻറ് ചെയ്തിട്ടില്ല. ഈ ലഹരിക്കെതിരെ പോരാട്ടത്തിൽ ഒന്ന് ഈ സിലബസിൽ ഇത് ഉൾപ്പെടുത്തണം, പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണം. അടുത്ത UDF സർക്കാർ വരുമ്പോൾ അതിൽ ഈ പ്രായോഗികമായ വിദ്യാഭ്യാസം കുട്ടികൾക്ക് കൊടുക്കാനുള്ള ഒരു തീരുമാനം എടുപ്പിക്കും. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഞാൻ പോയി കണ്ടു. അതേ കൊണ്ട് ഞങ്ങൾ നിവേദനം കൊടുത്തു. അദ്ദേഹം അത് നോക്കാമെന്ന് പറഞ്ഞു. ഒന്നും ചെയ്തില്ല. വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ അടുത്ത് വൈഫ് ചോദിച്ചു എങ്ങനെ വന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ഒരു സ്പെഷ്യൽ ഫ്ലൈറ്റാണെന്ന്, ആ ഫ്ലൈറ്റിൽ വന്നതെന്ന് പറഞ്ഞു. അപ്പം എടുത്തു ചോദിച്ചു നിങ്ങൾക്ക് എങ്ങനെ അദ്ദേഹം ഒരുമിച്ച് വരാൻ സാധിച്ചു? അപ്പം ഞാൻ ചോദിച്ചാൽ അല്ല ഇത്ര നിങ്ങൾ രാവിലെ അദ്ദേഹത്തിന് മുദ്രാവാക്യം വിളിയും അപ്പോൾ ആ വിഷയത്തിൽ ഞങ്ങൾ വളരെ അഗ്രസീവായി സഭയിൽ പ്രശ്നം ഉണ്ടാക്കുകയും ബഹളം ഉണ്ടാക്കുകയൊക്കെ ചെയ്തു. അതിൻ്റെ പേരിൽ ശബരിമല വിഷയത്തിൽ സസ്പെൻഷൻ കിട്ടിയപ്പോൾ ഒരു പ്രശ്നമില്ല എന്നുള്ള നിലപാടാണെന്ന് ഞങ്ങൾക്കുണ്ടായത്. അദ്ദേഹത്തെ കുടുംബത്തെ സഹായിക്കാനാണ് ആ പൈസ അവിടെ സമാഹരിച്ചത്. ആ പൊതുപ്രവർത്തകൻ്റെ കുടുംബത്തെ സഹായിക്കേണ്ട ബാധ്യത എൻ്റെ ഉത്തരവാദിത്വം എനിക്കുണ്ട് എന്ന ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാൻ സഹായിച്ചത്. എൻ്റെ നിലപാടാണ്. ഈ ആലുവയിൽ ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു, ഒരു അന്യസംസ്ഥാന തൊഴിലാളിയായി ബന്ധപ്പെട്ട്. ഇനി അങ്ങോട്ടേക്ക് അങ്ങനെയുള്ള അനിഷ്ട സംഭവങ്ങൾ, അതിദാരുണ സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മളൊരു കരുതലും കൂടി എടുക്കേണ്ടതുണ്ടല്ലോ. നമ്മുടെ പെൺകുട്ടികളുമായി കുഞ്ഞുങ്ങളുമായി അടുത്തിടപഴകുന്നവരാരാണ്, അവർക്കെതിരെ നേരിടുന്ന അതിക്രമങ്ങൾ എന്താണ് എന്നൊക്കെ മനസ്സിലാക്കാൻ ചൈൽഡ് അബ്യൂസിനെ തടയിടണമല്ലോ. അതിനെ ഒരു MLA എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് സമീപിക്കുക? പലപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായത്, ഇപ്പോൾ ആലുവയിലെ പെൺകുട്ടി മരിച്ച സംഭവം ഉണ്ടായതൊക്കെ അമിതമായ ലഹരി ഉപയോഗം, ലഹരിക്കെതിരെ വളരെ ശക്തമായ നിലപാട് എൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ കുട്ടി മരണപ്പെട്ടത് ലഹരി ഉപയോഗിച്ച ഒരാളാണ് ആലുവ മാർക്കറ്റിൽ, അറിയാലോ. അപ്പോൾ ആ ലഹരിക്ക് എതിരൊരു പോരാട്ടം നമുക്ക് ശക്തമായി നടത്തേണ്ടത് ആവശ്യമുണ്ട്. അപ്പോൾ ആ കുട്ടി മരിച്ചു. ആ കുട്ടിയുടെ കുടുംബം ഇപ്പോഴും ഇവിടെ താമസിക്കുന്നുണ്ട്. ആ കുട്ടി മരണപ്പെട്ടപ്പോൾ ഞങ്ങൾ ആ വീട് പണിതാൽ ഞങ്ങൾ അലുവക്കാരൊക്കെ ആലോചിച്ചു. അപ്പോഴാണ് മുഖ്യമന്ത്രി നേതൃത്വത്തിൽ നവകേരള സദസ്സ് ഉണ്ടായിരുന്നു. ആ നവകേരള സദസ്സിൽ വെച്ച് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു, അവർ പറഞ്ഞു ഇവർക്ക് വീടും സ്ഥലവും കൊടുക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ അടുത്ത് കുറേ സ്പോൺസർമാരെ വന്നൊക്കെ എന്നാലും ഗവൺമെൻറ് കൊടുത്തില്ല, അവർ ചെയ്യുന്നതിന് വേറെ ആർക്ക് ചെയ്യാലൊന്നുള്ളൂ. സത്യം പറഞ്ഞാൽ ഇതുവരെ ഗവൺമെൻറ് ചെയ്തു കൊടുത്തിട്ടില്ല. ഇപ്പോൾ ഇത്ര വർഷമായിട്ട് ഞാനാണ് ഇപ്പോഴും അവരെ വാടകയ്ക്ക് എല്ലാ മാസവും വാടക കൊടുത്ത് ഞാനാണ് താമസിപ്പിച്ചത്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഒരു മാനുഷികമായ പരിഗണനയാണ്. സർക്കാർ പറഞ്ഞ കാര്യം ഇതുവരെ ചെയ്തിട്ടില്ല. അതൊക്കെ ശരിക്കും സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായ വലിയൊരു വീഴ്ചയാണ്. ആ മാതാപിതാക്കളുടെ വേദന മനസ്സിലാക്കുകയും അതിനെ മറികടക്കാൻ അവർക്ക് വേണ്ട വിധത്തിലുള്ള സഹായങ്ങൾ ചെയ്യാനൊക്കെ സാധിച്ചതിൽ ചാരിതാർത്ഥ്യമുണ്ടോ? പിന്നെ ഞാൻ ആ കുട്ടി മരിച്ച സമയം മുതൽ അവരുടെ പ്രയാസത്തിലൊക്കെ കൂടെ ചേർന്ന് നിൽക്കുകയും നമ്മളല്ലേ അന്നേരം നമ്മൾ അവരെ ആ ചെറിയ വീട്ടിൽ നിന്ന് ഒരു വാടക വീട്ടിലേക്ക് മാറ്റി. എന്നിട്ട് നമ്മൾ വീട് പണം കൊടുക്കാനാണ് പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോഴാണ് സർക്കാർ കയറി പറഞ്ഞ് വീടും സ്ഥലം സർക്കാർ കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ അടുത്ത് വന്ന സ്പോൺസർമാരൊക്കെ അപ്പം സർക്കാർ കൊടുക്കുമ്പോൾ അവർക്ക് വേറെ ആർക്കും സഹായിക്കാമല്ലോ അങ്ങനെ. പക്ഷെ സർക്കാർ ഇതുവരെ ചെയ്തിട്ടില്ല. ഇപ്പോഴും ഞാനാണ് വർഷങ്ങളായിട്ട് ഈ കുട്ടിയും ഈ കുട്ടിയുടെ മാതാപിതാക്കളെ അവരുടെ മക്കളെയും വാടകയ്ക്ക് താമസിപ്പിക്കുന്നത്. യുവതലമുറയിൽ വളർന്നു വരുന്ന ഈ ലഹരിയുടെ ഉപയോഗം അതെങ്ങനെ തടയാനാണ് ഉദ്ദേശിക്കുന്നത്? തീർച്ചയായിട്ടും ലഹരിക്ക് പോരാട്ടത്തിന് അത് വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അത് നിയമസഭയിൽ ഞാൻ ഈ വിഷയം ഉന്നയിച്ചിട്ടുണ്ട്. നിയമസഭ പുറത്തും ഗവൺമെൻറ് കൂടുതൽ ഞങ്ങൾ സമരം ചെലുത്താറുണ്ട്. ഞാനതിനകത്ത് ഗവൺമെൻറ്റിനോട് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലഹരിക്കെതിരെ പോരാട്ടം നമ്മളിപ്പോൾ എക്സൈസ് വകുപ്പ് അറിയാമല്ലോ, എക്സൈസ് വകുപ്പ് ഇതിൻ്റെ ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. അവരാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഒരു കൈ കൊണ്ട് കൊടുക്കുകയും ഒരു കൈ കൊണ്ട് വേണ്ടാന്ന് പറയുന്നത് ശരിയല്ല എന്നൊരു നിലപാട് ഞാൻ പറഞ്ഞു അവർ. കാരണം ഇന്ന് രാസലഹരിയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മുടെ മക്കളെ കൂടുതലും വഴിതിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഗവൺമെൻറ്റിനോട് കാര്യം ആവശ്യപ്പെട്ടു, നിയമസഭയിലും പറഞ്ഞു, വിദ്യാഭ്യാസ മന്ത്രിയുടെ അടുത്ത് മുഖ്യമന്ത്രി നേരിട്ട് പറഞ്ഞു, ഈ ലഹരിക്കെതിരെ പോരാട്ടത്തിൽ ഒന്ന്
ഈ സിലബസിൽ ഇത് ഉൾപ്പെടുത്തണം. പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണം. ഈ ലഹരി ഉപയോഗിച്ചുള്ള ഭവിഷ്യത്ത് എന്താണ്, അത് എങ്ങനെ അതിനെ നേരിടാൻ സാധിക്കും, അല്ലാതെ എങ്ങനെയൊക്കെ അബദ്ധങ്ങൾ ചെന്ന് ചാടുന്നത്. അപ്പോൾ അതിനകത്തൊരു ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രായോഗിക വിദ്യാഭ്യാസം കുട്ടികൾക്ക് കൊടുക്കണം. പ്രാക്ടിക്കൽ എഡ്യൂക്കേഷൻ. കാരണം ഒരു പീരീഡിൽ 45 മിനിറ്റാണ്. അതിനകത്തൊരു 5 മിനിറ്റ് അധ്യാപകർക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം. കുട്ടികൾ ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്. ഈ പറഞ്ഞ ലഹരി ഉപയോഗിപ്പിച്ചാണ് ലൈംഗികമായി ചൂഷണപ്പെടുന്നത്. ഇതെല്ലാം കുട്ടികൾ ആരും ഇത് മനഃപൂർവ്വം ചെയ്യാൻ വേണ്ടി ചെയ്യണതല്ല. അവരെ സുഹൃത്തെന്ന വ്യാജേന അങ്ങനെ പല രീതിയിൽ നമ്മുടെ മക്കളെ സ്വാധീനിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഈ അധ്യാപകർ കുട്ടികൾക്ക് ഒരു 5 മിനിറ്റ്, ഒരു പീരീഡിൽ 5 മിനിറ്റ് ഇതിനെക്കുറിച്ച് പ്രായോഗികമായ വിദ്യാഭ്യാസം കുട്ടികൾക്ക് കൊടുത്താൽ അത് വളരെയധികം ഗുണം ചെയ്യും. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം നമ്മളായാലും പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരുപക്ഷെ വിദ്യാഭ്യാസ കാലത്ത് മാതാപിതാക്കൾ പറയുന്നേക്കാൾ കൂടുതൽ കാര്യങ്ങൾ അധ്യാപകർ പറയുന്നതാണ് അവർ പഠിക്കുകയും ചെവിക്കൊള്ളുകയും അത് മനഃപ്പാഠമാക്കുകയും അവരുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുകയും ചെയ്യുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ വിദ്യാഭ്യാസ മന്ത്രിയുടെ മുഖ്യമന്ത്രിയും റിട്ടേൺ എഴുതി കൊടുത്തു, സഭയിൽ ആവശ്യപ്പെട്ടു, കുട്ടികൾക്ക് പ്രായോഗികമായ വിദ്യാഭ്യാസം കൊടുക്കണം, സിലബസിൽ ഉൾപ്പെടുത്തിയാൽ. അത് ഗവൺമെൻറ് തീരുമാനം എടുത്താൽ മാത്രമേ ഈ അധ്യാപകർ പഠിപ്പിക്കുകയുള്ളൂ. ഇപ്പോൾ 5 മിനിറ്റ് നിങ്ങൾ കുട്ടികൾക്ക് ഇതിനെക്കുറിച്ച് ക്ലാസ് എടുക്കണം. അധ്യാപകർക്ക് സുഖമായിട്ട് റെഫർ ചെയ്ത് വരാൻ പറ്റും. ഓരോ ദിവസവും വാർത്തയോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ നോക്കി അറിയാൻ പറ്റും. അപ്പോൾ അത് ഞാൻ വെച്ച ഒരു ഗവൺമെൻറ് മുമ്പിൽ വെച്ചൊരു ആശയമാണ്. അത് ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. ഈ സർക്കാർ ഇതുവരെ അത് നടപ്പിലാക്കിയിട്ടില്ല, പ്രാബല്യത്തിൽ വരുത്തിയിട്ടില്ല. ഈ അവർ സിലബസിൽ ഉൾപ്പെടുത്തി എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ അത് വേണ്ടതിൽ ഉൾപ്പെടുത്താനോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ എഫക്റ്റീവ് അല്ല. അടുത്ത UDF സർക്കാർ വരുമ്പോൾ അതിൽ ഈ പ്രായോഗികമായ വിദ്യാഭ്യാസം കുട്ടികൾക്ക് കൊടുക്കാനുള്ള ഒരു തീരുമാനം എടുപ്പിക്കും. അത് നമ്മുടെ നാടിനെ നേരിടുന്ന ഏറ്റവും വലിയ വിപത്താണ്. പഴയ തലമുറയെ ലഹരി കാർന്നു തിന്നു, പുതിയ തലമുറയെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്നു. അത് നമ്മുടെ നാടിൻ്റെ പുതിയ തലമുറയെ വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ അതിനെതിരെ പോരാട്ടം ശക്തമായി ഇപ്പോൾ മണ്ഡലത്തിൽ പല കാര്യം, ഇപ്പോൾ ഈ അലൈവ് പദ്ധതിയുടെ ഭാഗമായി അതിൽ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ അവരുടെ ഈ കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിന് വേണ്ടത് കൂടുതൽ സ്പോർട്സ് രംഗത്തേക്ക് കുട്ടികളെ കൊണ്ടുവരിക. അപ്പോൾ സ്പോർട്സ് രംഗത്തേക്ക് കുട്ടികളെ കൊണ്ടുവരണമെങ്കിൽ എല്ലാ പഞ്ചായത്തിലും ഗ്രൗണ്ട് വേണം. അത് ആരാ ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടത്? ഗവൺമെൻറ്റാണ്. ഇത് ഗവൺമെൻറ്റിൻ്റെ അടുത്ത് ഞങ്ങൾ നിരന്തരമായി പറയുന്ന കാര്യങ്ങളാണ്. ഗവൺമെൻറ് അതിനുള്ളൊരു ഇനിഷ്യേറ്റീവ് എടുക്കാറില്ല. ഗ്രൗണ്ട് എന്നൊക്കെ പറയുന്നതല്ലാതെ ഉപയോഗശൂന്യമാണ് പലതും. അത് പ്രായോഗികമാക്കിയിട്ടില്ല. കാരണം കുട്ടികളെ സ്പോർട്സ് രംഗത്തേക്ക് എൻഗേജഡ് ആക്കി കഴിഞ്ഞാൽ അവർ ഈ അനാവശ്യമായ പ്രവണതയിലേക്ക് പോകില്ല. അപ്പോൾ അത് പല രീതിയിൽ സ്പോർട്സ് എത്ര തരത്തിലുള്ള സ്പോർട്സ് ഉണ്ട്. ഇപ്പോൾ ക്രിക്കറ്റും ഫുട്ബോളും മാത്രമല്ല, മാർഷൽ ആർട്സ് ഉണ്ട്, ഇഷ്ടം പോലെ അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിലേക്ക് കുട്ടികളെ എൻഗേജഡ് ആക്കിയാൽ അപ്പോൾ അതിനുള്ള അടിസ്ഥാന സൗകര്യം നമ്മൾ ഒരുക്കി കൊടുക്കണം. തീർച്ചയായും അതിന് ഗവൺമെൻറ് സപ്പോർട്ടാണ് വേണ്ടത്. ഗവൺമെൻറ്റിന് ഫണ്ട് പഞ്ചായത്തുകൾക്ക് കൊടുക്കണം, സ്പെഷ്യലായിട്ട് ഇതിനു വേണ്ടി മാത്രം ഫണ്ട് കൊടുക്കണം. ഇപ്പോൾ സ്പോർട്സ് വകുപ്പിനൊക്കെ വളരെ കുറച്ച് ഫണ്ട് കൊടുക്കണം. സ്പോർട്സ് വകുപ്പിന് ഫണ്ടില്ല. അടുത്ത UDF സർക്കാർ വരുമ്പോൾ ഒരു സംശയവുമില്ല, ഞാനിപ്പോൾ 15 വർഷം MLA ആണല്ലോ, ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചുകൊണ്ട് സ്പോർട്സ് വകുപ്പിന് ബഡ്ജറ്റിൽ നല്ല ഒരു തുക മാറ്റിവെക്കാൻ അടുത്ത UDF സർക്കാർ അതിനകത്ത് തീർച്ചയായിട്ടും ഞാൻ സമ്മർദ്ദം ചെലുത്തും. കാരണം ആ വകുപ്പാണ് ഒന്ന് ഉഷാറാവേണ്ടത്. ആ വകുപ്പ് ഉഷാറായാൽ മാത്രമാണ് സാമ്പത്തികമായി അവർ വന്നാൽ മാത്രമാണ് നമ്മുടെ കുട്ടികൾക്ക് സ്പോർട്സിൻ്റെ ഉള്ള പ്രാക്ടീസ് ചെയ്യാനും അതിനുള്ള എല്ലാ സാഹചര്യം ചെയ്ത് കൊടുക്കണം. അതില്ല. സ്പോർട്സ് വകുപ്പ് എന്ന് വെച്ചാൽ വകുപ്പുണ്ട്, എന്നാൽ അതിൻ്റെതായ യാതൊരു ഗുണവും പുതിയ തലമുറക്ക് ആ വകുപ്പിന് കിട്ടില്ല. പിന്നെ ഞാൻ വേറെ സെഷൻ പറഞ്ഞു, ഈ എക്സൈസ് വകുപ്പിനോണ്ട് ഈ ക്യാമ്പയിൻ ഉണ്ടല്ലോ, ലഹരിക്ക ക്യാമ്പ്, അവരെ ഇതിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് അവരെ എൻഫോഴ്സ്മെൻറ്റ്, ഇതിൻ്റെ ലഹരി കൊണ്ടുവരുന്ന ആളുകൾ മറ്റൊരു പഠിച്ച് അതിൻ്റെ ക്ലാസ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ ആ പണി നടക്കില്ല, ഈ പണി നടക്കില്ല. ഞാൻ ഗവൺമെൻറ്റിനോട് പറഞ്ഞു, ഇതിൻ്റെ ക്യാമ്പയിൻ നടത്തേണ്ടത് എക്സൈസ് വകുപ്പല്ല. എക്സൈസ് വകുപ്പ് അവരുടെ ഈ മേഖലയിലുള്ള ഈ രാസലഹരി വരുന്നതും കള്ളമായിട്ടുള്ള മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ അതിന് വേണ്ട രീതി എൻഫോഴ്സ്മെൻറ്റ് നടത്തി
ആ കേസ് കണ്ടുപിടിക്കുകയും അതിൻ്റെ ഉറവിടം കണ്ടുപിടിക്കുകയും അതിൻ്റെ പുറകെ അവർ വിടണം. ലഹരി ഇങ്ങോട്ട് വരുന്ന ഒഴുക്ക് തടയാനൊക്കെ അവർ മുൻപിട്ട് ആ സമയത്ത് അവരുടെ ഈ അല്ലെങ്കിൽ എക്സൈസ് വകുപ്പ് സ്ട്രെങ്ത് കുറവാണ്. ആ സ്ട്രെങ്ത് കുറവുള്ളപ്പോൾ അവരെ ഈ സമയത്ത് ലഹരിക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി അല്ലെ അതിലെ ക്ലാസ് എടുക്കാൻ വേണ്ടി വിട്ട് കഴിഞ്ഞാൽ അവരെ പണിയോടെ മുടങ്ങും. അപ്പം ഞാൻ അതിനകത്ത് ഗവൺമെൻറ്റിനോട് പറഞ്ഞത് നമുക്ക് സ്പോർട്സ് വകുപ്പും സാമൂഹ്യക്ഷേമ വകുപ്പുണ്ട്. ഈ വകുപ്പിനെ കൊണ്ട് ഈ ദൗത്യം ഏറ്റെടുപ്പിക്കണം. ഈ ദൗത്യം നമ്മൾ ഏറ്റെടുപ്പിച്ചിട്ട് അത് നല്ല രീതിയിൽ നമ്മൾ എഫക്റ്റീവായിട്ട് ചെയ്യാൻ തരണം. ഈ മോട്ടിവേഷൻ സ്പീച്ച് നടത്തുന്ന ആൾക്കാരുണ്ട്. അവരെ ചിലപ്പോൾ ഈ വകുപ്പ് വിചാരിച്ചു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് വന്ന് കേൾക്കും. നമ്മുടെ ഞാൻ ഒരു എക്സൈസ് വകുപ്പ് ഉദ്യോഗസ്ഥൻ വന്ന് അവിടെ സ്കൂളിൽ നിന്ന് ക്ലാസ് എടുക്കുകയാണ്. ഇതിനെക്കുറിച്ച് പല കുട്ടികളെ അലക്ഷ്യമായിരിക്കും. പക്ഷെ നല്ലൊരു മോട്ടിവേഷൻ സ്പീച്ച് ഒരാളുകളെ കയ്യിലെടുക്കാൻ അങ്ങനെയുള്ള ആളുടെ പിൻ ടോപ്പ് സൈലന്റ് ആയിരിക്കുള്ളൂ. അപ്പോൾ എന്താ ഗുണം അതിനകത്ത്? ഈ കുട്ടികൾക്ക് പെട്ടെന്ന് അത് മനസ്സിലാവും. അപ്പം അങ്ങനെയുള്ള ആളുകളെ രംഗത്തിറക്കി ഈ ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിൻ ശക്തമാക്കണം. അത് നാടിൻ്റെ ആവശ്യമാണ്. ആലുവയിൽ ഒഴിയാത്ത ഒന്നാണ് ഗതാഗത കുരുക്ക്. പല പല ഘട്ടങ്ങളായി പല രീതിയിൽ അതിനെ മാറ്റാനുള്ള ശ്രമങ്ങൾ നടന്നെങ്കിലും പൂർണ്ണമായ ഒരു പ്രതിവിധിയിലേക്ക് എത്തിയിട്ടില്ല. അടുത്ത വട്ടം സാർ അധികാരത്തിലെത്തുമ്പോൾ അതിന് ഏത് വിധത്തിലുള്ളൊരു മാറ്റമായിരിക്കും ഉണ്ടാവുക? ആലുവയിൽ ഗതാഗത കുരുക്കുന്ന ഒരു സത്യമാണ്. താങ്കൾ പറഞ്ഞത് കറക്റ്റാണ്. കാരണം രണ്ട് രീതിയിലെ ഗതാഗതം. ഒന്ന് ആലുവ ടൗണിലെ ഗതാഗത കുരുക്ക്, ഒന്ന് നാഷണൽ ഹൈവേയിലെ ഗതാഗത കുരുക്ക്. ഈ നാഷണൽ ഹൈവേ ഗതാഗത കുരുക്കും ടൗണിലേക്ക് ബാധിക്കും. പുളിഞ്ചോട് മുതൽ പറവൂർക്കോല വരെയാണ് ഈ ഗതാഗത കുരുക്ക് പ്രധാനമായിട്ടുള്ളത്. ഇത് ആലുവക്കാർക്ക് മാത്രമല്ല, ഈ നാഷണൽ ഹൈവേ എയർപോർട്ടിലേക്ക് പോകുന്ന എല്ലാവർക്കും, നാഷണൽ ആരൊക്കെ പോകുന്നു അവർക്കൊക്കെ ഗതാഗതക്ക് അവിടെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ശ്രമം ഞാൻ വളരെയധികം ശ്രമങ്ങൾ നടത്തി. ഇപ്പം നാഷണൽ ഹൈവേയിലെ കുരുക്ക് മാറ്റാൻ വേണ്ടി ഞങ്ങളുടെ പ്രിയപ്പെട്ട MP ശ്രീ ബെന്നി ബെഹനാൻ ഒരുമിച്ച് ഞങ്ങൾ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയെ പോയി കണ്ടു. അതേ കൊണ്ട് ഞങ്ങൾ നിവേദനം കൊടുത്തു. അദ്ദേഹം അത് നോക്കാമെന്ന് പറഞ്ഞു. ഒന്നും ചെയ്തില്ല. ഇത് ശരിക്കും പറഞ്ഞ സംസ്ഥാന ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ് എടുക്കണം. നാഷണൽ ഹൈവേയിലെ കാര്യങ്ങൾ ഇടപെടുമ്പോൾ ഒരു MLA MP മാത്രം വിചാരിച്ച് നടക്കില്ല. അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ നിയമസഭയിൽ ആവശ്യം ഉന്നയിച്ചു. സംസ്ഥാന ഗവൺമെൻറ് അപ്പം മുഖ്യമന്ത്രി നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. മുഖ്യമന്ത്രിയെ വിളിച്ച വേറൊരു ജില്ലാ തലത്തിൽ അവലോകന യോഗത്തിനും അതിൽ മുഖ്യമന്ത്രി നേരിട്ട് കത്ത് മുഖേനയൊക്കെ ഞാൻ കൊടുത്തു. ഈ നാഷണൽ ഹൈവേയിലെ കുരുക്ക് മാറ്റാൻ, ആലുവയിലെ ഗതാഗത കുരുക്ക് മാറ്റാൻ ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ് എടുക്കണമെന്ന് പറഞ്ഞു. അതെല്ലാം ചെയ്യാമെന്ന് അദ്ദേഹം ചെയ്യില്ല എന്ന് പറഞ്ഞില്ല. പക്ഷെ ചെയ്യാമെന്ന് പറഞ്ഞാലും ഇതുവരെ അതിന് ഇടപെടാനോ ഒരു കാര്യത്തിലേക്ക് ഒരു പരിഹാരം കണ്ടെത്താൻ. കാരണം ഒരു MLA MP വിചാരിച്ചാൽ മാത്രം നടക്കില്ല. കേന്ദ്ര ഗവൺമെൻറ് അതിനകത്ത് ഇനിഷ്യേറ്റീവ്, സംസ്ഥാന ഗവൺമെൻറ് അതിന് ഇനിഷ്യേറ്റീവ് എടുത്താൽ മാത്രമാണ് കേന്ദ്ര ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ് എടുക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ആ ബ്ലോക്ക് ഇങ്ങനെ ഇപ്പോഴും നിലനിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ആലുവ ടൗണിൽ ബ്ലോക്കിൽ ഇതുപോലെ ഞാൻ ഗവൺമെൻറ് നിരന്തരമായി സമ്മർദ്ദം ചെലുത്തി പലവട്ടം പറഞ്ഞ് ബഡ്ജറ്റിൽ എഴുതി കൊടുത്തു. ഇതൊക്കെ കിട്ടാതിന് പിന്നെ നിരന്തരമായി ഫോളോ അപ്പ് ചെയ്യേണ്ട ഭാഗം ആലുവ മാർക്കറ്റ് റോഡുണ്ട്. ആ മാർക്കറ്റ് റോഡിൻ്റെ ഭാഗമാണ് ഒരു പ്രധാന ഗതാഗത കുരുക്കുള്ളത്. അവിടെ ആ റോഡ് വീതി കൂട്ടാൻ വേണ്ടി 10 കോടി രൂപ സർക്കാരിനോട് അനുവദിപ്പിച്ചു. ഇപ്പം അതിൻ്റെ പുതിയ അലൈൻമെൻ്റൊക്കെ ആയി വന്നേക്കാണ്. പക്ഷെ അലൈൻമെൻറ്റും ആയി വന്നപ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 10 കോടി നിൽക്കില്ല. പക്ഷെ ഇനി ഗവൺമെൻറ് വരുമ്പോൾ പക്ഷെ അലൈൻമെൻറ്റും മറ്റേ ലാൻഡ് അക്വിസിഷൻ നടപടിയൊക്കെ പൂർത്തിയാക്കും. എത്രയാണ് കാശാണോ ആ കാശോട് അനുവദിപ്പിച്ച് ആ ആലുവ മാർക്കറ്റ് റോഡിലെ ഗതാഗത കുരുക്ക് മാറ്റാനുള്ള ഒരു സംവിധാനം ഇപ്പോഴായിട്ടുണ്ട്. കുറച്ചാൾ മുമ്പ് നമ്മുടെ പ്രതിപക്ഷത്തിൻ്റെ ജാഥ വന്നപ്പോൾ ഞാൻ ഈ വിഷയം അവിടെ അവതരിപ്പിച്ചു. ഈ ആലുവയിലെ ഗതാഗത കുരുക്ക് മാറ്റണമെന്ന ആവശ്യം ഉന്നയിച്ചു. ഉന്നയിച്ചപ്പോൾ പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ അദ്ദേഹം അവിടെ ആലുവക്കാർക്കൊരു ഉറപ്പ് നൽകി. 2 ഉറപ്പാണ് നൽകിയത്. ഒന്ന്, ഈ ആലുവയിലെ ഗതാഗത കുരുക്ക് മാറ്റാൻ കഴിഞ്ഞ സർക്കാർ എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ പിണറായി വിജയൻ്റെ സർക്കാരിൻ്റെ കാലത്ത്, LDF സർക്കാരിൻ്റെ കാലത്ത് MLA പലവട്ടം ഇത് ആവശ്യപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ നടപടിയായിട്ടില്ല. അതിന് സംസ്ഥാന ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ് എടുക്കണം. അത് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം അവിടെ പ്രഖ്യാപിച്ചതെന്ന് വെച്ചാൽ അദ്ദേഹം ആലുവക്കാർക്ക് ഉറപ്പ് UDF അധികാരത്തിൽ വരുമ്പോൾ സംസ്ഥാന ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ് എടുത്ത് ആലുവയിൽ ഗതാഗത കുരുക്കിന് പരിഹാരം കണ്ടെത്തുമെന്ന് അദ്ദേഹം അവിടെ പ്രഖ്യാപിക്കുന്നത്. എനിക്കത് നല്ല വിശ്വാസമുണ്ട്. UDF സർക്കാർ വന്നാൽ ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ സാധിക്കും. അത് പരിഹാരം കണ്ടെത്തിയിരിക്കും. ഇപ്പോൾ പറഞ്ഞതുമായി ചേർത്ത് ചോദിച്ചോട്ടെ, ഇടതുപക്ഷ സർക്കാരിൻ്റെ ഒരു ഭരണശൈലി ആലുവയുടെ വികസനത്തെ ബാധിക്കുന്നുണ്ടോ? കാരണം ഈ കഴിഞ്ഞ 10 വർഷക്കാലം LDF സർക്കാരാണ്.
ആദ്യത്തെ ഞാൻ MLA ആയി കഴിഞ്ഞപ്പോൾ 5 വർഷം UDF സർക്കാരാണ്. ആ കാലഘട്ടത്തിൽ ഒത്തിരി കാലം എനിക്ക് കൂട്ടാൻ സാധിച്ചു. അത് അന്ന് തുടക്ക MLA ആണ്. ആ തുടക്കക്കാരൻ എന്നതിൽ പരിചയപ്പെട്ട് വരണ്ടായുള്ളൂ. പക്ഷെ പിന്നീട് 5-10 വർഷക്കാലം സ്വാഭാവികമായിട്ടും LDF സർക്കാർ വന്നത്. പക്ഷെ ഒരു ഭരണകക്ഷി MLAക്ക് കിട്ടുന്ന ഫണ്ടുകളൊന്നും നമ്മുടെ കിട്ടില്ല. അത് സ്വാഭാവികം അങ്ങനെയാണ്. പക്ഷെ എന്നാൽ നമ്മളെ നിരന്തരമായി ഫോളോ അപ്പ് എടുത്ത് കുറേ ഫണ്ട് മേടിച്ചിട്ടുണ്ട്. ആലുവ മാർക്കറ്റ് ഇതുപോലെ ഞങ്ങൾ പല വിമർശനങ്ങൾക്കും കാരണമായത് ഞാനുൾപ്പെടെ മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ അവിടെ മുനിസിപ്പാലിറ്റിയായിട്ട് ആലോചിച്ച് ഞങ്ങളൊരു പദ്ധതി ഉണ്ടാക്കി. നല്ല ഹൈടെക് മാർക്കറ്റാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. അവിടെ അത് ഗവൺമെൻറ്റിൽ സമ്മർദ്ദം ചെലുത്തി 50 കോടി രൂപ അനുവദിച്ച് അതിൻ്റെ നിർമ്മാണ പ്രവൃത്തി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ കുറേ പദ്ധതികൾ നമ്മൾ ഗവൺമെൻറ് നിരന്തരമായി നമുക്ക് സമ്മർദ്ദം ചെലുത്തി നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ആലുവ എയർപോർട്ട് സീപോർട്ട് റോഡ് അതും ഇപ്പോൾ 2ാം ഘട്ടം ഇപ്പോൾ പൈസ അനുവദിച്ച് അതിൻ്റെ ലാൻഡ് അക്വിസിഷൻ പൂർത്തിയായി. അതിൻ്റെ മറ്റുള്ള നിർമ്മാണ പ്രവൃത്തിയിലേക്ക് പോയി. ഇനി 3ാം ഘട്ടത്തിന് പൈസ ആവശ്യമുണ്ട്. പലവണ്ണം ആവശ്യപ്പെട്ടു, ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ അതാണ് പ്രതിപക്ഷം അദ്ദേഹം പറഞ്ഞു എയർപോർട്ട് സീപോർട്ട് റോഡ് UDF അധികാരത്തിൽ വരുമ്പോൾ അത് യാഥാർത്ഥ്യമാക്കും. അതും എനിക്ക് അത് ആലുവയിലൂടെ പ്രധാനപ്പെട്ട ഒരു പ്രൊജക്റ്റാണ്. അതും യാഥാർത്ഥ്യമാക്കും. നേരത്തെ സംസാരിക്കുമ്പോൾ അമ്മക്കിളിക്കൂട് പദ്ധതിയിൽ 25ാമത്തെ വീടിൻ്റെ ഒരു ശിലാസ്ഥാപനം നടത്തിയത് ശ്രീ മമ്മൂട്ടിയാണ്. അദ്ദേഹവുമായിട്ടുള്ള ആഴത്തിലുള്ള സൗഹൃദം, അദ്ദേഹവുമായിട്ടുള്ള സുഹൃത്ത് ബന്ധം, അതിനെ പറ്റി ഒന്ന് വിവരിക്കാം. മമ്മൂക്ക ആ ഒരു സൗഹൃദമൊക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ വീടിന് കല്യാണമൊക്കെ വന്നത്. മമ്മൂക്കയായിട്ട് നല്ല സൗഹൃദമാണ്. ഇടയ്ക്ക് കാണാറുണ്ട്. രാഷ്ട്രീയം സംസാരിക്കാറുണ്ടോ? ഇടയ്ക്ക് കാണുമ്പോൾ രാഷ്ട്രീയം സംസാരിക്കാറുണ്ട്. ചില രാഷ്ട്രീയമൊക്കെ പറയാറുണ്ട്. അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയം ഉണ്ടല്ലോ. അപ്പോൾ പൊതുവെ രാഷ്ട്രീയങ്ങളൊക്കെ ഞാൻ ലാസ്റ്റ് കണ്ടത് ഇപ്പോൾ കൊച്ചി എയർപോർട്ടിൽ അവിടെ ഒരു ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. ഇപ്പം മമ്മൂട്ടി മോഹൻലാലൊക്കെ ഒരുമിച്ച് സിനിമ ആ സിനിമയുടെ ലൊക്കേഷൻ സിയാൽ കൺവെൻഷൻ സെൻ്റർ. ഇപ്പം ഞാൻ പോയി കണ്ടിരുന്നു അദ്ദേഹത്തെ. അതുപോലെ അദ്ദേഹം ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ എയർപോർട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തെ കാണാൻ വേണ്ടി. അപ്പോൾ അത് നല്ലൊരു സൗഹൃദം അങ്ങനെ. പിന്നെ ആലുവയിലെ സംബന്ധിച്ചിടത്തോളം ആലുവയിൽ ഒത്തിരി സിനിമ ആർട്ടിസ്റ്റുകളുണ്ട്. ആലുവ സിനിമയുടെ ഒത്തിരി ആളുകളാണ്. ഞാൻ പറയാ ഇപ്പോൾ ആലുവ ദിലീപുണ്ട്, നിവിൻ പോളിയുണ്ട്, ഷറഫുണ്ട്, കിച്ചു ഉണ്ട്, പിന്നെ അൽഫോൺസ് പുത്രനുണ്ട്, പിന്നെ ജൂഡ് ആൻ്റണി ഉണ്ട്. അങ്ങനെ പിന്നെ NF വർഗീസ് ഉണ്ടായിരുന്നു, മരണപ്പെട്ടു. അദ്ദേഹം ആലുവക്കാരനായിരുന്നു. അങ്ങനെ ഒത്തിരി ആളുകളുണ്ട് സിനിമയുമായി ബന്ധപ്പെട്ട്, ആലുവയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒത്തിരി. പിന്നെ പള്ളാശ്ശേരി, അങ്ങനെ സിനിമ, ആലുവ പാലസ്, ആലുവ ഗസ്റ്റ് ഹൗസ് തന്നെ നടന്നത് ആലുവ പാലസിലാണ്. ആലുവ ഗസ്റ്റ് ഹൗസ് ഷൂട്ടിങ്ങും, അതുകൂടാതെ തന്നെ അവിടെ നിന്ന് നല്ല കവിതകളൊക്കെ എഴുതിയിരുന്ന കവികളൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. ഈ പുതുതലമുറയിലെ സിനിമാ താരങ്ങളുണ്ടല്ലോ, ശ്രീ നിവിൻ പോളി, ഷറഫുദ്ദീൻ, ഇവരൊക്കെ ആയിട്ടുള്ള സൗഹൃദം എങ്ങനെയാണ് തുടങ്ങി? ഇവർ നമ്മൾ നാട്ടുകാരല്ലേ, നാട്ടിൽ നല്ല സൗഹൃദമാണ്. അവരൊക്കെ ആയിട്ട് നല്ല സൗഹൃദമാണ്. നല്ല ബന്ധം കീപ്പ് ചെയ്ത് പോകണം. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഒരു സിനിമയുടെ ഇൻ്റർവ്യൂവുമായി ബന്ധപ്പെട്ടിട്ട് ആലുവ പാലത്തിൽ, ഇപ്പോൾ ആലുവ പാലമായിട്ട് ആ സിനിമയിൽ കാണിച്ചിട്ടുള്ള പാലം ഉണ്ടല്ലോ, അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഷറഫുദ്ദീനെ വിളിച്ച സമയത്ത് ആ പാലം ഇപ്പോൾ ആക്ച്വലി ക്ലോസ്ഡ് ആണ്, അവിടുത്തെ നിവാസികളുടെ ചില അഭ്യർത്ഥന പോലെ. അപ്പോൾ അന്ന് പക്ഷെ ഞങ്ങൾക്ക് ഇൻ്റർവ്യൂവിന് വേണ്ടി അത് ഷൂട്ട് ചെയ്യണമായിരുന്നു. അപ്പോൾ ഷറഫുദ്ദീൻ പറഞ്ഞു നമ്മുടെ ആളാണ് MLA, അപ്പോൾ അദ്ദേഹത്തിന്റെ പെർമിഷൻ എടുത്തിട്ടാണ് അത് ചെയ്തിരിക്കുന്നത് എന്നാണ്. അതെ, ഷറഫ് എൻ്റെ നാട്ടിൽ തന്നെ താമസിക്കുന്നതാണ്, തൊട്ടടുത്താണ്, മണിക്കനാണ്. അപ്പോൾ ഷറഫ് അന്ന് എന്നെ ശ്രദ്ധപ്പെടുത്തി. അങ്ങനെ ഞാൻ വിളിച്ച് പറഞ്ഞാണ് അവിടെ സൗകര്യം ഒരുക്കി കൊടുത്തത്. ഞാൻ അത്യാവശ്യം കലാകാരന്മാരായിട്ട് നല്ല ഒരു ബന്ധം ആഗ്രഹിക്കുന്നു. ഞാൻ സത്യം ഒരു കാര്യം പറയട്ടെ, എൻ്റെ ചെറുപ്പത്തിൽ ആഗ്രഹമുണ്ട്, 3 കാര്യങ്ങൾ എൻ്റെ ആഗ്രഹമുണ്ടായത്. ഒന്നൊരു പോലീസ് ഓഫീസർ ആവാന്നത്, ഒന്നൊരു കലാകാരനാവുന്നു, ഒന്നൊരു രാഷ്ട്രീയ പ്രവർത്തനം. സിനിമ നടൻ, ഒരു കലാകാരനാവാൻ, സിനിമാ നടൻ, ഒരു കലാകാരനാവാം എന്നറിഞ്ഞ എൻ്റെ 3 ആഗ്രഹം എൻ്റെ ചെറുപ്പകാലത്ത് എൻ്റെ മനസ്സിലുണ്ടായത്. അതിനകത്ത് ഇപ്പോൾ ദൈവാനുഗ്രഹം ജനങ്ങളുടെ പിന്തുണ കൊണ്ട് ഞാൻ നല്ലൊരു രാഷ്ട്രീയ പ്രവർത്തനവും ജനപ്രതിയായി ഇപ്പോൾ 3ാം വട്ടം MLA നിൽക്കും. ഒരു രാഷ്ട്രീയ പ്രവർത്തനം ജനപ്രതി എന്ന നിലയിൽ പോലീസുമായിട്ട് നല്ല സൗഹൃദവും ഇണക്കവും പിണക്കവും ഉണ്ടാവാറുണ്ട്. കലാകാരന്മാരെ ഇന്ന് അവരായിട്ട് കലാകാരന്മാരായിട്ട് നല്ല സൗഹൃദവും സുഹൃത്തുക്കളായിട്ട് നല്ല ബന്ധത്തിൽ പോകണം. അപ്പം 3 ആഗ്രഹത്തിൽ ഒരെണ്ണമാണ് നമ്മളിപ്പോൾ ഹൈലൈറ്റ് ചെയ്ത് പോണത്. ബാക്കി 2നും നല്ല സൗഹൃദമായിട്ട് പോകുന്നു. അപ്പോൾ അതുകൊണ്ട് കലാകാരന്മാരായിട്ട്, കല എന്ന് വെച്ചാൽ വലിയൊരു ദൈവാനുഗ്രഹമുള്ള. അപ്പോൾ ഏത് ആർട്ടിസ്റ്റുകളായാലും ആരായാലും എന്ത് കാര്യത്തിന് വിളിക്കുമ്പോൾ സിനിമയുമായി ബന്ധപ്പെട്ടോ അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സുമായി ബന്ധപ്പെട്ടോ ഒക്കെ വിളിക്കുമ്പോൾ എന്നെ കൊണ്ട് കഴിയാവുന്ന എല്ലാ സപ്പോർട്ടും ഈ പറഞ്ഞ കലാകാരന്മാർക്കും ഒക്കെ എല്ലാ പിന്തുണയും സഹായം ചെയ്യുന്ന ഒരാളാണ്. നിയമസഭയിലെ പ്രകടനങ്ങൾ അത് വിശേഷാൽ എടുത്തു പറയേണ്ടതാണ്.
പല സമയത്തും ആവശ്യങ്ങൾ ഉന്നയിക്കാനും പ്രതിഷേധങ്ങൾ അറിയിക്കാനും കുറച്ച് എക്സ്ട്രീമായിട്ടൊക്കെ പോകാറുമുണ്ട്. തിരിഞ്ഞു നോക്കാറുണ്ടോ? ആ പ്രകടനങ്ങളുടെ വീഡിയോകൾ എടുത്ത് കണ്ട് വിലയിരുത്താറുണ്ടോ? അത് നിയമസഭയിൽ നമ്മൾ മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാൻ പോണതല്ല. അവിടെ ഒരു വിഷയങ്ങൾ ആ വിഷയത്തിന്റെ ആസ്പദമായിട്ടുള്ള ഒരു പ്രതിഷേധമാണ് അവിടെ വരുന്നത്. അപ്പോൾ അവിടെയൊക്കെ അപ്പം നമ്മളപ്പോൾ പണ്ട് ഞാൻ ഇപ്പം നിങ്ങളത് ഒരു കാര്യം ഓർക്കുക, രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ യൂത്ത് കോൺഗ്രസും ഒക്കെ ആയിരുന്നപ്പോൾ വീട്ടിൽ നിൽക്കുമ്പോൾ ഇന്ന് നമുക്ക് സമാധാനമായിട്ട് പോകാം, വേറെ വിഷയങ്ങൾ ഉണ്ടാക്കണ്ടെന്നൊക്കെ ഓർത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങും. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ സമരത്തിൻ്റെ ഗൗരവവും വിഷയങ്ങളും വരുമ്പോൾ നമ്മളപ്പോൾ കുറച്ച് അഗ്രസീവാകും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് വരും ആ ഇഷ്യൂ ബേസ്ഡ് ആയിട്ടുള്ള പ്രശ്നം അതിൻ്റെ ബന്ധപ്പെട്ട് നമ്മളവിടെ അഗ്രസീവാണ്, ഓട്ടോമാറ്റിക്കലി അഗ്രസീവാണ് എന്ന് പറഞ്ഞുകൊണ്ട് സഭയിൽ നമ്മൾ മനഃപൂർവ്വം ഇഷ്യൂ ഉണ്ടാക്കാൻ പോണതല്ല. ഒരു പ്രശ്നം സഭയിൽ അടിയന്തര പ്രമേയോ അല്ലെങ്കിൽ മറ്റുള്ള വിഷയം കൊണ്ടുവരുമ്പോൾ എന്നിട്ട് സർക്കാർ അതിന് അനുമതി തരാതിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഉന്നയിക്കുന്ന വിഷയത്തിൽ സർക്കാർ ഗൗരവമായിട്ട് എടുക്കാതിരിക്കുമ്പോഴാണ് നമ്മൾ സ്വാഭാവികമായിട്ട് അവിടെ ചെറിയ ഇഷ്യൂലേക്ക് പോകുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നമ്മുടെ ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ ഞങ്ങളുടെ ഡിമാൻഡ് എന്താണെന്ന്, ആ ദേവസ്വം മന്ത്രി രാജിവെക്കുക, ഗവൺമെൻറ് ഈ കേസുകളിൽ ഇടപെടാതിരിക്കുക, ഇവിടെ സ്പെഷ്യൽ ടീമിനെ വെച്ചിട്ടുണ്ടല്ലോ, ആ സ്പെഷ്യൽ ടീമിൽ ഗവൺമെൻറ് സമ്മർദ്ദം ചെലുത്താതെ ചെയ്യുക. ഇതാണ് ഞങ്ങളുടെ ഡിമാൻഡ്. ആ ഡിമാൻഡ് സർക്കാർ വഴങ്ങാതെ വന്നപ്പോഴാണ് ഇപ്പോൾ ഏറ്റവും അവസാനം ചില ഇഷ്യൂസൊക്കെ ഉണ്ടായത്. അവിടെ നമ്മൾ അതിനുവേണ്ടി നിന്നു. കാരണം ശബരിമല സ്വർണം മോഷ്ടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു വിശ്വാസി പോലും അത് അംഗീകരിക്കാത്ത കാര്യമാണ്. അത്രമാത്രം ജനങ്ങളെ ഭക്തജനങ്ങളെ പ്രയാസപ്പെടുന്ന, അതൊരു സമൂഹത്തിന് മാത്രമല്ല എല്ലാ സമൂഹത്തിൻ്റെ. ഇപ്പം ശബരിമല അന്ന് ഞങ്ങൾ ആ വിഷയത്തിൽ സഭയിൽ വലിയ ബഹളം ഉണ്ടാക്കി. സ്വാഭാവികമായിട്ട് ഉണ്ടാക്കിയത് സസ്പെൻഷൻ കിട്ടിയാൽ പോലും ഞങ്ങൾക്കൊരു പ്രശ്നമില്ലായിരുന്നു. കാരണം ആ വിഷയത്തിൻ്റെ ഗൗരവം അത്രയാണ്. ഞാൻ ചോദിക്കട്ടെ, ഒരു വിശ്വാസിക്ക്, ഏത് വിശ്വാസം, മസ്ജിദിലായാലും ശരി, അല്ലെങ്കിൽ അമ്പലത്തിലായാലും ശരി, അല്ലെങ്കിൽ ചർച്ചിലായാലും ശരി, ആ ഒരു മുറ്റത്തുനിന്ന് ഈ പറഞ്ഞ നമ്മുടെ ആരാധനാലയത്തിൽ മുറ്റത്തുനിന്ന് ഒരു തരി മണലെടുക്കാൻ പറ്റില്ല. കാരണം വിശ്വാസം നമ്മളെ അത് അനുവദിക്കില്ല. പക്ഷെ ഇവിടെ അതല്ല ചെയ്തത്, ഇവിടെ സ്വർണം മോഷ്ടിക്കുകയും ചെയ്തത്. അപ്പോൾ ആ വിഷയത്തിൽ ഞങ്ങൾ വളരെ അഗ്രസീവായി സഭയിൽ പ്രശ്നം ഉണ്ടാക്കുകയും ബഹളം ഉണ്ടാക്കുകയൊക്കെ ചെയ്തു. ഇനി അതിൻ്റെ പേരിൽ സസ്പെൻഷൻ കിട്ടിയാൽ പോലും, ശബരിമല വിഷയത്തിൽ സസ്പെൻഷൻ കിട്ടിയാൽ പോലും ഒരു പ്രശ്നമില്ല എന്നുള്ള നിലപാടാണെന്ന് ഞങ്ങൾക്കുണ്ടായത്. അതാണ് ഞങ്ങൾ അത്ര അഗ്രസീവായത്, ഏറ്റവും ഒടുവിൽ അഗ്രസീവായ കാരണമൊക്കെ. അതേ തുടർന്നുണ്ടായ കേസുകളൊക്കെ എങ്ങനെ നേരിടാനാ? ഭയമുണ്ടോ? അല്ല, അതുമായി ബന്ധപ്പെട്ട് കേസില്ല. പൊളിറ്റിക്കലായി ഇപ്പം എൻ്റെ കയ്യിൽ ഇപ്പോഴും കേസുണ്ട്, പല സമരങ്ങളുമായി ബന്ധപ്പെട്ട് കേസുകളുണ്ട്. അതൊന്നും പ്രശ്നമില്ല, അത് ജനങ്ങൾക്ക് വേണ്ടിയല്ലേ. ഇപ്പം ഞാൻ MLA ആയി ആദ്യം മത്സരിക്കുമ്പോഴും എൻ്റെ 16 കേസുണ്ട്, ഇപ്പോഴും ആ കേസ് ഉണ്ടെന്ന് പറഞ്ഞു. കാരണം പല സമരങ്ങളിലൊക്കെ പ്രതിപക്ഷത്തിനെതിരെ പല സമരങ്ങളിലൊക്കെ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട് കേസുകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആ കേസൊന്നും എന്നെ സംബന്ധിച്ചൊരു പ്രശ്നമല്ല, കാരണം ജനങ്ങൾക്ക് വേണ്ടിയാണ്. വാർത്തകളിൽ ഇപ്പോൾ താങ്കളുടെ മകളുമായി ബന്ധപ്പെട്ട ഒരു സൈബർ തട്ടിപ്പിൻ്റെ വാർത്തയൊക്കെ വന്നിരുന്നു. അത് ശരിക്കും എവിടെ നിന്ന് വന്നൊരു സുരക്ഷാ പാളിച്ചയാണെന്നാണ് വിലയിരുത്തിയിട്ടുള്ളത്? അത് ഇപ്പം എൻ്റെ വീട്ടിലേക്കാണ് ഫോൺ വന്നത്. അതിപ്പോൾ എല്ലാ വീടുകളിലേക്കും വരുന്നുണ്ട്. എൻ്റെ വീട്ടിലേക്ക് എൻ്റെ വൈഫിനെ വിളിച്ചിട്ട് കൊണ്ട് എൻ്റെ മകള് ഡൽഹി പോലീസിൻ്റെ കയ്യിൽ അറസ്റ്റിലാണ് എന്ന് പറഞ്ഞു വിളിച്ചു. അപ്പോൾ ഉടൻ തന്നെ അങ്ങോട്ട് വരണം, ഡൽഹിക്ക് വരണം എന്ന് പറഞ്ഞു. വൈഫ് അപ്പോൾ തന്നെ ഭയങ്കര പാനിക്കായി എന്നെ വിളിച്ചു. ഞാൻ ഒരു നിമിഷം പെട്ടെന്ന് പേടിച്ചു പോയി. പിന്നീട് എനിക്ക് ഓർമ്മ വന്നത് ഇങ്ങനത്തെ വിഷയങ്ങൾ നടക്കുന്നുണ്ട്, തട്ടിപ്പ് നടക്കുന്നു. അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ വൈഫിനെ വിളിച്ചു. പിന്നെ ആ നമ്പറിലേക്ക് വിളിച്ചപ്പോൾ ആ നമ്പർ വിളിച്ച് കിട്ടുന്നില്ല. അപ്പം മകളെ വിളിച്ചു, മകള് സേഫാണ്. അപ്പോൾ മനസ്സിലായി തട്ടിപ്പാണ്. പിന്നെ അതിന് പരാതി കൊടുത്തു. പക്ഷെ ആ പരാതി എങ്ങും എത്തിയിട്ടില്ല, അതെങ്ങനെ നിൽക്കുകയാണ്. ഇങ്ങനെ സൈബർ തട്ടിപ്പുകൾ ഒത്തിരി നടക്കുന്നുണ്ട്. അതിനെതിരെ ഇപ്പോൾ ഗവൺമെൻറ്റും കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റും വളരെ ആക്റ്റീവായിട്ട് രംഗത്തിറങ്ങി അതിനെ തടയാൻ ശ്രമിക്കുന്നുണ്ട്. അത് ഒത്തിരി ആളുകളുടെ കോടികളൊക്കെ ലക്ഷങ്ങളൊക്കെ പോയിട്ടുണ്ട്. ഈ രാഷ്ട്രീയ ജീവിതത്തിൽ ഏറ്റവും അധികം വേദനിപ്പിച്ച, രാഷ്ട്രീയ പ്രേരിതത്തിനപ്പുറത്തേക്ക് പേഴ്സണലായിട്ട് കൂടി ഹുക്ക് ചെയ്തു, ഒന്ന് വേദനിച്ചു പോയി എന്ന് തോന്നിയ ആരോപണം ഏതായിരുന്നു? ആരോപണങ്ങൾ പലതും വന്നിട്ടുണ്ട്, പലതും വേദനിപ്പിച്ചു. ഞാനത് എടുത്തു പറയുന്നില്ല. നമ്മൾ വായും മനസ്സും അറിയാത്ത പല വിഷയങ്ങളുണ്ട്. അങ്ങനെ പറയുമ്പോൾ നമുക്ക് വലിയ പ്രയാസം ഉണ്ടാകുന്നു. അങ്ങനെ ഒന്നിട്ട് സംഭവം ഉണ്ടല്ലോ, സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കുക അങ്ങനെയൊക്കെ ഉണ്ടോ പറയുക? അത് സാധിക്കാറുണ്ടോ? ഇത് ഈ കാലഘട്ടത്തിന്റെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ഞാൻ വിമർശനങ്ങളെല്ലാം
ഞാൻ നല്ല ഇപ്പം വിമർശനങ്ങൾ എല്ലാം തള്ളിക്കളയില്ല. അത് ആ വിമർശനങ്ങളിൽ നല്ലതുണ്ടെങ്കിൽ അത് കണ്ടുകിട്ട് അത് തിരുത്താൻ തയ്യാറാവുന്ന ഒരാളാണ്. ചില ആൾക്കാർ വിമർശിക്കാൻ വേണ്ടി വിമർശിക്കും. ഇപ്പം നമ്മളെ ചില വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ ആ വിമർശനങ്ങൾ നല്ലത് ഉൾക്കൊണ്ടുകൊണ്ട് ഇപ്പോൾ മീഡിയയിലൂടെ ആയാലും ചില പത്രങ്ങൾ എഴുതും, അതിനകത്ത് നല്ല കാര്യമായിട്ട് ഞാൻ ഉൾക്കൊള്ളും. അല്ലാതെ എല്ലാ വിമർശനത്തിനും അസഹിഷ്ണുത കാണില്ല. വിമർശനങ്ങൾ അതിനകത്ത് വസ്തുത ഉണ്ടെങ്കിൽ ആ വസ്തുത കണ്ട് ഞാൻ തിരുത്തേണ്ട കാര്യങ്ങൾ ഞാൻ തിരുത്തും. മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറുമായിട്ടുള്ളൊരു ബന്ധം ഏത് രീതിയിലാണ്? കാരണം പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ടല്ലോ, അതിനിടയിൽ നിങ്ങൾ തമ്മിലുള്ള ഒരു സൗഹൃദം അത് ഏത് ഘട്ടത്തിൽ? ഞാൻ പറഞ്ഞില്ലേ, അദ്ദേഹവുമായിട്ട് നല്ല വ്യക്തിബന്ധമുള്ളൊരു വ്യക്തിയാണ്. കാരണം അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയം പോലെ എനിക്കറിയാം അദ്ദേഹത്തെ. ആലുവ ഗസ്റ്റ് ഹൗസിൽ വന്ന് അങ്ങനെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. പിന്നീട് മുഖ്യമന്ത്രി ആയപ്പോഴും ആ വ്യക്തിബന്ധം തുടർന്നുകൊണ്ടുപോയി. ഇപ്പം ഞങ്ങൾ അദ്ദേഹത്തെ മുദ്രാവാക്യം വിളിക്കാറുണ്ട്, പൊളിറ്റിക്കലായി മുദ്രാവാക്യമുണ്ട്. അത് വ്യക്തിപരമായല്ല, രാഷ്ട്രീയം മാത്രം. ഒരു രസകരമായൊരു സംഭവം ഉണ്ടായി. ഇപ്പം മുഖ്യമന്ത്രിയോടുള്ള ബന്ധം പറഞ്ഞല്ലോ. ഒരു ദിവസം സഭയിൽ വലിയ ബഹളം, ഏത് വിഷയം എന്താണെന്ന് ഓർക്കുന്നില്ല. അങ്ങനെ ഞങ്ങൾ വലിയ മുദ്രാവാക്യം വിളി, അങ്ങനെ സഭ സ്തംഭിപ്പിച്ചു. അന്ന് പിരിച്ചുവിട്ടു. സഭ അന്നത്തെ ദിവസം പിരിഞ്ഞു, സ്പീക്കർ പിരിഞ്ഞുവിട്ടു. അപ്പോൾ അന്ന് കൊച്ചി എയർപോർട്ടിലൊരു ഉദ്ഘാടനം നടക്കുന്നുണ്ട്. അപ്പോൾ അന്ന് രാവിലെ തലേദിവസം ഞാൻ മുഖ്യമന്ത്രി ചോദിച്ചിട്ടുണ്ടായി. തലേദിവസം എന്ന് ചോദിച്ചു, ഇങ്ങനെ സ്പെഷ്യൽ ഫ്ലൈറ്റിലാണ് പോകണമെന്ന് പറഞ്ഞു. അപ്പം ഞാനും ആ ഫ്ലൈറ്റിൽ സ്ഥലമുണ്ട്, ഞാനും വന്നോട്ടേ എന്ന് ചോദിച്ചു. ഞാൻ സ്ഥലം MLA ആണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതിനെന്താ പറഞ്ഞതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പെർമിഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ബഹളം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഒരുമിച്ച് ഫ്ലൈറ്റിൽ പോകണത്. ഫ്ലൈറ്റിൽ കയറി കഴിയുമ്പോൾ ഞങ്ങൾ വേറെ പല വിഷയങ്ങൾ സംസാരിക്കുന്നത്. ഇപ്പോൾ അപ്പം ഉണ്ടായ വിഷയമൊന്നും അങ്ങനെ ഇതൊന്നും, ഞങ്ങൾ പൊളിറ്റിക്കലാണല്ലോ. അദ്ദേഹത്തെ വ്യക്തിപരമായി പറയാനോ അല്ലെങ്കിൽ രാഷ്ട്രീയമായ നമ്മുടെ മുദ്രാവാക്യം വിളിയൊക്കെയാണല്ലോ ഉള്ളത്. ഞങ്ങൾ വേറെ വിഷയമൊക്കെ പറഞ്ഞത് ഞാൻ അവിടെ എയർപോർട്ടിൽ ചെന്ന് പരിപാടി കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ ചെന്നു. ആ വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ അടുത്ത് വൈഫ് ചോദിച്ചു, എങ്ങനെ വന്നതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, മുഖ്യമന്ത്രിയുടെ അങ്ങനെ സ്പെഷ്യൽ ഫ്ലൈറ്റാണെന്ന്, ആ ഫ്ലൈറ്റിലാണ് വന്നതെന്ന് പറഞ്ഞു. അപ്പം എടുത്തു വിളിച്ച്, നിങ്ങൾക്ക് എങ്ങനെ അദ്ദേഹം ഒരുമിച്ച് വരാൻ സാധിച്ചു? അപ്പം ഞാൻ എന്താ, അല്ല ഇത്ര നിങ്ങൾ രാവിലെ അദ്ദേഹത്തിന് മുദ്രാവാക്യം വിളിയും പൊളിറ്റിക്കലായി ഇങ്ങനെ നിൽക്കുകയാണല്ലോ, രാഷ്ട്രീയ മുദ്രാവാക്യം വിളിച്ചാൽ എങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ വരാൻ തോന്നിയെന്ന് വെച്ച്. ഞാൻ പറഞ്ഞ്, വൈഫിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞ്, അത് രാഷ്ട്രീയ നിലപാടാണ്. അവിടെ ഇത് ജനാധിപത്യ രാജ്യമാണ്. ഭരണ നേതൃത്വം തെറ്റുകൾ കാണിച്ചാൽ അത് ചൂണ്ടിക്കാണിക്കാനും അതിനെ പ്രതികരിക്കാനുള്ള സ്വാതന്ത്ര്യം ഓരോ വ്യക്തിക്കുമുണ്ട്, പ്രത്യേകിച്ചും ജനപ്രതി എന്നതിൽ എനിക്കുണ്ട്. അപ്പോൾ എൻ്റെ നിലപാടവിടെ പറഞ്ഞത്, അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളിലോ ഇത് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പോരാൻ തെറ്റില്ല എന്ന് ഒരു സംഭവം ഉണ്ടായി. ഇതൊരു ദിവസം മുഖ്യമന്ത്രി അടുത്ത് എൻ്റെ ഭാര്യ എങ്ങനെ ചോദിച്ചത് ഞാൻ മുഖ്യമന്ത്രി അടുത്ത് പിന്നീട് യാത്രയിൽ ഞാൻ കണ്ടപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ശരിക്കും അത് വേറെ കമൻ്റൊന്നും പറഞ്ഞില്ല. അപ്പോൾ അദ്ദേഹവുമായിട്ട് നല്ല വ്യക്തിബന്ധം ഉള്ള ഒരു വ്യക്തിയാണ്. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാൻ അദ്ദേഹമായിട്ട് നല്ല വ്യക്തിബന്ധം ഉള്ളതെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ രാഷ്ട്രീയമായിട്ട് ഒരാളോട് വിയോജിപ്പ് വെക്കുകയും എന്നാൽ അയാളോട് വ്യക്തിബന്ധം പുലർത്തുകയും ചെയ്യും, നല്ല സൗഹൃദം പുലർത്തുകയും ചെയ്യും. ഇത് പ്രാക്ടിക്കലി എങ്ങനെയാ ശരിക്കും പോസിബിൾ ആണോ? അതിന് നമ്മൾ രാഷ്ട്രീയമായിട്ട് കാണണം. രാഷ്ട്രീയമായിട്ട് കാണണം. നമുക്ക് നിലപാടുണ്ടെന്നേ, ആ നിലപാട് പറഞ്ഞ തെറ്റില്ലാന്നേ. പൊളിറ്റിക്കലാണല്ലോ, വ്യക്തിപരമല്ലോ. ഇപ്പം എന്നെ വ്യക്തികളെ ഉപദ്രവിക്കുന്നു അല്ലെങ്കിൽ വ്യക്തികളെ അദ്ദേഹത്തെ ഉപദ്രവിക്കുന്നതല്ലോ. ഇപ്പം ഞാൻ ഇപ്പം ഈ മുഖ്യമന്ത്രിയുമായിട്ട് മാത്രമല്ല, എൻ്റെ നിയോജകത്തിലും കേരളത്തിലും ഞാൻ പറയാം, ഒരു പൊതുപ്രവർത്തകൻ്റെ അസറ്റ് എന്താ? നിങ്ങൾ എന്താണ് അതിനെക്കുറിച്ച് വിലയിരുത്തിയത്? ബന്ധങ്ങൾ. ഒരു പൊതുപ്രവർത്തകൻ്റെ അസറ്റ്, അൻവർ സാദത്ത് എന്ന പൊതുപ്രവർത്തകൻ, രാഷ്ട്രീയ പ്രവർത്തകൻ, ജനപ്രതിനിധിയുടെ അസറ്റ് എൻ്റെ കുറേ ബന്ധങ്ങളാണ്. അത് രാഷ്ട്രീയത്തിനപ്പുറം, ജാതിമത ചിന്തകൾക്കപ്പുറം കുറേ ബന്ധങ്ങളാണ് എൻ്റെ അസറ്റ്. ഒരു സംഭവ രസമുണ്ട്. എൻ്റെ നാട്ടിലെ ഒരു CPM നേതാവ് മരണപ്പെട്ടു. ആ CPM നേതാവ് മരണപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫണ്ട് കളക്ഷൻ ഞാൻ സഹായിച്ചു. എൻ്റെ സഹപ്രവർത്തകർ അറിഞ്ഞു. എൻ്റെ സഹപ്രവർത്തകർ അറിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, എന്തുകൊണ്ട് MLA അല്ലെങ്കിൽ പൈസ കൊടുത്തു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ട്, അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനാണ്, അദ്ദേഹത്തെ കുടുംബത്തെ സഹായിക്കാനാണ് ആ പൈസ അവിടെ സമാഹരിച്ചത്. ആ പൊതുപ്രവർത്തകൻ്റെ കുടുംബത്തെ സഹായിക്കേണ്ട ബാധ്യത, എൻ്റെ ഉത്തരവാദിത്വം എനിക്കുണ്ട് എന്ന ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാൻ സഹായിച്ചത്. എൻ്റെ നിലപാട് അതാണ്.
കാരണം ഒരു കാര്യം മനസ്സിലാക്കിയോ, കേരളത്തിൽ രാഷ്ട്രീയ പ്രവർത്തന പൊതുപ്രവർത്തി ഏത് പാർട്ടിക്കാരായിട്ട് അവർ എടുക്കുന്ന എഫർട്ട് ഏകദേശം തുല്യമാണ്. കുറച്ച് ഏറ്റക്കുറച്ചിലുണ്ടാവുന്നത്. അവൻ്റെ ജീവിതം ജനങ്ങൾക്ക് വേണ്ടിയും അല്ലെങ്കിൽ അവൻ്റെ പ്രസ്ഥാനത്തിന് വേണ്ടിയും പ്രവർത്തിക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവരൊക്കെ ആയിട്ടൊക്കെ നല്ല സൗഹൃദവും, എൻ്റെ നിയോജനത്തിൽ മാത്രമല്ല എവിടെയൊക്കെ പൊളിറ്റിക്കലായിട്ട് സൗഹൃദമുണ്ടോ, ഇപ്പോൾ നേതാക്കന്മാരുണ്ടോ, അല്ലെങ്കിൽ അത് എല്ലാ പാർട്ടിയുമായിട്ട് നല്ല സൗഹൃദം ഞാൻ കീപ്പ് ചെയ്യുന്നു. മുഖ്യമന്ത്രിയുമായിട്ട് മാത്രമല്ല എല്ലാവരുമായിട്ട് നല്ല സൗഹൃദം കീപ്പ് ചെയ്യുന്ന ഒരാളാണ്.